പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം യോഹന്നാൻ 8:12 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ നൽകുന്നൊരു ആശ്വാസം, ഒരു സ്വാതന്ത്ര്യം, ഒരു സ്നേഹത്തിൻ്റെ അടയാളം, ഒരു വാഗ്ദാനം ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം ഇന്ന് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയിലൂടെ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ആ പ്രകാശമാകുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ, ആ പ്രകാശമാകുന്ന ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അനുഗമിക്കുന്നവൻ. അതേ സഹോദരരെ, ഈശോയെ അനുഗമിക്കുന്നവൻ, ഈശോയോടുകൂടെ ചേർന്ന് നിൽക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോയെ അനുഗമിക്കുമ്പോൾ ആ ഈശോയാകുന്ന പ്രകാശത്തോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ, ആ ഈശോയുടെ ഹിതമനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അന്ധകാരത്തിൽ നടക്കുന്നവരാണോ, അതോ ആ ഒരു ജീവിതത്തിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക്, പ്രകാശമാകുന്ന ഈശോയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക്? ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ആ പ്രകാശമാകുന്ന ഈശോയിലേക്ക്, അന്ധകാരത്തെ വെടിഞ്ഞ്, ഇരുട്ടിനെ വെടിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും കടന്നു വരുവാൻ സാധിക്കണം. ഈശോ പറയുന്നൊരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന്. പ്രകാശമാകുന്ന ഈശോയിലേക്ക് ആ ജീവിതം മാറ്റിവെക്കുവാൻ, ആ ഈശോയെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.